ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാനിന്ന് നിങ്ങൾ തമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ ഇറച്ചിപ്പത്തിരി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് കോഴിക്കോടൻ സ്പെഷ്യലാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ. ഒരു വെറൈറ്റി ആയിട്ടാണിത് പറയുകയാണെങ്കിൽ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം അല്ലേ. സംഭവം ഈസിയാണ്. പിന്നെ ഇതിൻ്റെ കൂട്ട് എല്ലാവർക്കും കണ്ടാൽ തന്നെ മനസ്സിലാവും. നമ്മളെ സമൂസക്കൊക്കെ ഉണ്ടാക്കണ കൂട്ടുണ്ടല്ലോ, അതാണ് സെയിം. അതാണ് ഇപ്പോൾ ഞാൻ സംഭവം ഉണ്ടാക്കണേ. പ്രത്യേകിച്ച് ഞാനിപ്പോൾ ഇതിൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല. കൂട്ടാണ് ഇതിൽ ഉള്ളിൽ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 2 ഉള്ളിയും അതൊക്കെ അരിഞ്ഞ്, പിന്നെ കുറച്ച് എന്താ പറയുക, നമ്മളെ പച്ചമുളക്, കറിവേപ്പില ഒക്കെ ഇട്ടെങ്ങാണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ അതിലേക്ക് കുറച്ച് കല്ലുപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള പൊടികളുണ്ടല്ലോ, നമ്മൾ ഇതിലിടുന്ന മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കൽ, അതും കൂടി ഇതിൽ ചേർത്ത് കൊടുത്ത് നന്നാക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഒരു പച്ചമണം മാറിയാലും നമ്മളിതിലേക്ക് വേണ്ട ഇറച്ചി ഇട്ടുകൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് ബീഫ് ഇട്ടുകൊടുക്കാം, അല്ലെങ്കിൽ ചിക്കൻ ഇട്ടുകൊടുക്കാം. ബീഫ് ഇട്ടെടുത്ത് ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഞങ്ങളിപ്പോൾ ചിക്കനാണുള്ളത്. ഇപ്പോൾ ഈ ചിക്കനെ വേവിച്ച് എടുത്തിട്ടുള്ളതാണ് ഞാൻ അതിലിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് എന്താ പറയുക, നന്നാക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുക ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മളിതിൽ ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കണില്ല, അതുകൊണ്ടാണ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി അടുത്ത പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇതുണ്ടാക്കാനുള്ള മാവ് തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മൈദമാവാണ്. ഇതൊന്ന് നന്നാക്കി തെരിച്ചെടുക്കണം. പിന്നെ നിങ്ങൾക്ക് എത്ര ഇറച്ചിപ്പത്തിരി വേണോ അതിനനുസരിച്ചിട്ടുള്ള മാവ് തയ്യാറാക്കി എടുക്കാം കേട്ടോ. ഇത് നന്നാക്കി ഒന്ന് തരിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ പത്തിരിക്കൊക്കെ കുഴക്കല്ലോ, അതേപോലെ തന്നെ ഒന്ന് കുഴച്ച് കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച് അങ്ങനെ ഒന്ന് കുഴച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ പൂരി ഉണ്ടല്ലോ, പൂരിൻ്റെ ഒരു സൈസിലാണ് കേട്ടോ ഇതിൻ്റെ ഓരോ ബോളും വേണ്ടത്. നമ്മളെ ഈ ഒരു മാവിൻ്റെ ഒരു സൈസ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പൂരിൻ്റെ ഒക്കെ ഒരു സൈസ് ആയിരിക്കണം. അതാ ഇതുപോലെയാണ് വേണ്ടത് കേട്ടോ. ഇനി ഇതൊന്ന് നമുക്ക് പരത്തിയെടുക്കുക. ഞാൻ പരത്തണം, ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതൊന്നും ഞാനല്ല ഉണ്ടാക്കിയെടുക്കുന്നത്, എൻ്റെ അമ്മ ഉണ്ടാക്കുമ്പോൾ അതിനിടയിൽ പോയിട്ട് വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ അത്. അപ്പോൾ എൻ്റെ അമ്മ ഇതിൻ്റെയൊക്കെ സ്പെഷ്യലിസ്റ്റാണ്, കാരണം അതൊക്കെ നന്നാക്കിയിട്ടുണ്ടാക്കും. അപ്പം ഉമ്മൻ്റെ റെസിപ്പികളാണ് അധികം ഞാൻ ഇതിലിടാറുള്ളത്. അപ്പോൾ അത് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഒരു പത്തിരി പരത്തി കഴിഞ്ഞാൽ രണ്ടാമത്തെ പത്തിരിയും അതേ സൈസിൽ തന്നെ പരത്തട്ടോ. അതെന്തിനാണ് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഈ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 2 പത്തിരി എന്തായാലും ആവശ്യമാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കില്ലേ. അപ്പം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കൂട്ടുണ്ടല്ലോ, ആ കൂട്ട് ഒരു പത്തിരിൻ്റെ മുകളിൽ വെച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഒരു പത്തിരി ഉണ്ടല്ലോ, ആ പത്തിരി ഇതിൻ്റെ മുകൾക്ക് വെച്ച് കൊടുത്തിട്ട് നന്നാക്കിയിട്ടൊന്ന് നമുക്ക് മുടഞ്ഞെടുക്കാം. ഈ മുടയണതാണ് ശരിക്കും ഒരു ടാസ്ക്. കാരണം ഞാൻ എപ്പോൾ മുടയാണെങ്കിലും എനിക്ക് ഈ ഒരു ഭംഗിയിൽ കിട്ടൂല കേട്ടോ. ഉമ്മ ഉണ്ടാക്കുമ്പോൾ എന്താണ് നല്ല ഭംഗിയാണ് കാണാൻ തന്നെ. അപ്പോൾ പിന്നെ ഞാൻ അത് ഫസ്റ്റിൽ തന്നെ ഞാനത് ഹൈലൈറ്റ് ആക്കിയിട്ട് സത്യം ഞാനത് ഇട്ടിട്ടുണ്ട് കേട്ടോ വീഡിയോ. കണ്ടോ ഇതുപോലെ എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് കിട്ടില്ല. എങ്ങനെയാകുമ്പോൾ എൻ്റെ എപ്പം മുടിയാണെങ്കിലും കൊള്ളായി പോകുന്നുണ്ട്. അങ്ങനെ ഇത് എല്ലാവരും നമ്മൾ മുടഞ്ഞെടുത്തിട്ടുണ്ട്. എൻ്റെ മദറാണിത് ഫുള്ള് മുടഞ്ഞെടുത്തിട്ടുള്ളത്. ഞാൻ മുടഞ്ഞെടുത്താൽ പിന്നെ ഇതൊന്നും കാണേണ്ടല്ല. അപ്പോൾ ഉമ്മയാണിത് ഫുള്ള് മുടഞ്ഞെടുത്തിട്ടുള്ളത്. കണ്ട നല്ല ഭംഗിയിൽ കാണാൻ, അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് പൊരിച്ചെടുക്കുക. അതിനായിട്ട് ഞാനിവിടെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ആ മുട്ടയിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ടെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഒരു മധുരം അതുപോലെ ഒരു എരിവുള്ള ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു റെസിപ്പിക്ക് ഉണ്ടാവാം. എന്നിട്ട് നന്നാക്കി ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്താൽ പോലെ ശരിക്കും നന്നാക്കി ബീറ്റ് ചെയ്തിട്ട് നല്ലൊരു പത പോലെ വരണം കേട്ടോ. കാരണം ഈ ഒരു മുട്ടനെ കൊണ്ട് ഞങ്ങൾ ഫുള്ള് ഇതൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടി പോണത്. കാരണം അതിന് മാത്രം സാധനം നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല, കുറച്ചൊരു 5-6 എണ്ണല്ലേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടി ഇനി ഇതോരോന്ന് പൊരിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ അടുപ്പത്തൊരു ചട്ടി വെച്ചെടുത്തിട്ടുണ്ട്. ആ ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതോരോന്ന് ഇതേപോലെ ഡിപ്പ് ചെയ്തെങ്ങാണ്ട് മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് പൊരിച്ചെടുക്കാം. ഇതൊരു എരിവും അതേപോലെ തന്നെ ഒരു മധുരമായിട്ടുള്ള ടേസ്റ്റാണ്, ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടത്. നമ്മൾ എല്ലാം ഉണ്ടാക്കണുള്ള ഒരു വെറൈറ്റിയാണിത്. പിന്നെ ഒരു കോഴിക്കോട് സ്പെഷ്യലാണിത്. അപ്പോൾ എല്ലാവരും വേണമെങ്കിൽ
നമുക്ക് ഇത്ര ഓയിലൊന്നും വയ്ക്കാതെ കുറച്ച് ഓയിൽ വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് രണ്ട് സൈഡും ഒന്ന് ചുട്ടെടുത്താലും മതിയാവും. നമ്മൾ അപ്പോൾ ഗൈസ് നമ്മളെ ഇറച്ചിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ വീണ്ടും വീണ്ടും പറയാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കഴിക്കുമ്പോൾ തന്നെ ഒരു എരിവും മധുരവും ഒക്കെ ആയിട്ടുള്ള ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ ഈ ചാനൽ ഫുഡ് മാത്രമല്ല കേട്ടോ, ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഉണ്ടാവും, അതുപോലെ തന്നെ വ്ളോഗ് ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. അപ്പം എല്ലാവരും ഒന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെന്താ, അപ്പോൾ വീണ്ടും വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവരോടും ടാറ്റാ.